എൻ്റെ പേര് മേരി ലിൻഡ. തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട രൂപത പൊയ്യ ഇടവകയിൽ നിന്ന് വരുന്നു. 2018 ഒക്ടോബർ അവസാനം എനിക്കൊരു പള്ളിയിൽ നിന്നാണ് കൃപാസനം പത്രം കിട്ടിയത്. അവിടെ നിന്ന് ഞാൻ കൃപാസനം പത്രം എടുത്ത് ഉടമ്പടി ചെയ്യാനുള്ള കാര്യത്തിലേക്ക് തിരിഞ്ഞു. ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ എടുത്തത്. ഞാൻ ഹസ്ബൻഡും കൂടെ പുറത്തേക്ക് ഇറ്റലിയിലേക്ക് പോകാനായിട്ട് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമായിരുന്നു 3 വർഷമായിട്ട്. അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ജനുവരി 20 എനിക്ക് അപ്പോയിൻമെൻറ്റ് VFSൽ റെഡിയാവുകയും ഞാൻ ഹസ്ബൻഡ് അപ്പോയിൻമെൻറ്റിന് ഹാജരാവുകയും ചെയ്തു. അതിന് ശേഷം ഫെബ്രുവരി 12 ഇറ്റലിയിലേക്ക് പോകാനുള്ള എനിക്കും ഹസ്ബൻഡിനുള്ള വിസ വരികയും ഞങ്ങൾ 12 ഇവിടെ നിന്ന് പോവുകയും ചെയ്തു. പോകുന്നതിന് മുമ്പായിട്ട് മാതാവിനോട് നന്ദി പറയാൻ ഞാൻ എൻ്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് 3 കാര്യങ്ങൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എനിക്ക് 2 പെൺകുട്ടികളാണ്, 13 വയസ്സായതും 12 വയസ്സായതും. അപ്പോൾ എനിക്കൊരു ആൺകുട്ടീനെ വേണം. അതുകൂടാണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും 18 വർഷമായിട്ട് ഒരു ഭവനമില്ല, ഒരു ഭവനം വേണം. പിന്നെ എൻ്റെ കുടുംബത്തെ മൊത്തം ഞാൻ എൻ്റെ മാതാവിൻ്റെ കൈകളിൽ സമർപ്പിച്ചു. ഒരു കുഴപ്പവും കൂടാതെ ഞാൻ വരുന്നവരെയും എൻ്റെ കുടുംബത്തെ കാത്തുകൊള്ളണമെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞാനിവിടുന്ന് പോയി. പക്ഷെ അവിടെ ഇറ്റലി ചെന്ന് ഞാൻ മാതാവിനോട് ചോദിച്ച പോലെ തന്നെ എനിക്ക് 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പ്രഗ്നൻ്റായി. പക്ഷേ ആ അവസ്ഥയിൽ എനിക്ക് ആ ഒരു പ്രഗ്നൻസി ഡീൽ ചെയ്യാനുള്ള ഒരു ഒരുക്കത്തിലല്ലായിരുന്നു. കാരണം ഞാൻ വാടക വീട്ടിലാണ് താമസിക്കണത്. മാതാവിനോട് ഞാൻ ഞാൻ ചോദിച്ച് വാങ്ങിച്ചതാണ്. എങ്കിലും എനിക്കത് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് ഹസ്ബൻഡും ബാക്കി എല്ലാവരും പറഞ്ഞു നമുക്കിതിന് അബോർഷൻ ചെയ്ത് കളയാം. അത് കേട്ടപ്പോൾ തുടങ്ങി എനിക്ക് സങ്കടമാണ്. കാരണം ഞാൻ മാതാവിനോട് ചോദിച്ച് വാങ്ങിച്ചതാണല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് മാതാവിനോട് തന്നെ ഞാൻ ചോദിച്ചു. പക്ഷേ എനിക്കൊരു ഉത്തരം എനിക്കിതുവരെയും കിട്ടിയില്ല. കിട്ടാണ്ടായി കഴിഞ്ഞ് പിന്നെ എപ്പോഴും കരച്ചിലായി. ഓരോ ഹോസ്പിറ്റലിൽ പോകും, അബോർഷനുള്ള കാര്യങ്ങൾ മുന്നോട്ടാക്കുന്നു. അപ്പോഴും ഞാൻ മാതാവിൻ്റെ ഒരു രൂപം ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു, കൃപാസന മാതാവിനോട് ഞാൻ പറയും ഒന്നും നടക്കരുത്, ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് അതിന് പറ്റില്ല എന്ന് പറയണമെന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. കുരിശ് വരയ്ക്കും, വയറിൽ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും വരത്തല്ലേ, എനിക്ക് തന്ന പോലെ ഒന്നുകിൽ നീ തന്നെ എടുക്കണം, അല്ലെങ്കിൽ എനിക്ക് വളർത്താനുള്ളൊരു ഇത് നീ ചെയ്ത് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഓഗസ്റ്റ് 22 അബോർഷനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. ഞാൻ ആകെ തളർന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നാലും മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചു. എനിക്ക് 3 പേരും ഒരുപോലെയാണ്. മൂത്ത കുട്ടികളും അതുപോലെ എൻ്റെ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ഒരുപോലെയാണ്. അതുകൊണ്ട് എനിക്ക് ഈ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള ഒരു വഴി നീ എനിക്ക് കാണിച്ചു തരണം. ഓഗസ്റ്റ് 22 ഡോക്ടർ ഫിക്സ് ചെയ്ത ഡേറ്റിൽ ഓഗസ്റ്റ് 20 എന്നെ ഒരു ഒരു ചേച്ചി എന്നെ വിളിക്കുവാണ്. ആ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു, നിനക്ക് എന്താണ് ആവശ്യം? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടികൾ വാടക വീട്ടിലാണ് കിടക്കണേ, അവർ വലിയ പെൺകുട്ടികളാണ്, ഒരമ്മയുള്ളൂ, അവരിറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരു ഇതില്ല, ആ ഒരു നിസ്സഹായാവസ്ഥയിലാണ് ഞാനിത് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി പറഞ്ഞു, നിൻ്റെ വാടകയുടെ പൈസ ഫുൾ എമൗണ്ട് നിൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് 3 മാസം നിൻ്റെ റെസ്റ്റ് വരെ ഞാൻ കൊടുത്തോളാം, നീ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കത് ആശ്വാസമായി. അപ്പോൾ എനിക്ക് ഉറപ്പായി ഞാൻ ഈ കുഞ്ഞിനെ മാതാവ് എനിക്ക് വളർത്താൻ വേണ്ടി തന്നെ തന്നതാണ്. ഞാൻ കണ്ടിന്യൂ ചെയ്തു. അവിടെ 5-ാം മാസത്തിൽ കൊച്ച് എന്താണെന്നുള്ളതറിയും, ആണാണോ പെണ്ണാണോ എന്ന്. അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു ആൺകൊച്ചിനെ തരണം കേട്ടോ, ആ കൊച്ചിന് ഞാൻ അമ്മയുടെ മകൻ്റെ പേരിട്ടേക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോയത് ഇവിടെ നിന്ന്. 5-ാം മാസത്തിൽ സ്കാനിങ് ഡേറ്റിൽ അവർ പറഞ്ഞു കുട്ടി ആൺകുട്ടിയാണെന്ന്. പിന്നീട് അങ്ങോട്ട് എന്നെ സഹായിക്കാനും എനിക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരാനും ആരെന്നില്ല, എല്ലാവരും എന്നെ സഹായിക്കാനും എൻ്റെ കുടുംബത്തിന് ഒരു ഭക്ഷണത്തിനായാലും ഒരു കുറവുമില്ലാണ്ട് മുന്നോട്ട് നീങ്ങി. അന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനും ജോലിയില്ല, എനിക്കും ജോലിയില്ല, എങ്കിലും ഒരു കുറവും ഉണ്ടായിരുന്നില്ല.
ആ സമയത്ത് ഒരു നേഴ്സ് എന്നെ സഹായിക്കാൻ, ഇറ്റാലിയൻ നേഴ്സ് എന്നെ സഹായിക്കാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവർ ലാസ്റ്റ് സഹായിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി അവരെ നീ അമ്മയെന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെൻ്റെ അമ്മയായി. എല്ലാത്തിനും ഇന്ന് വരേക്കും എനിക്ക് അവർ മാതാവിനെ പോലെ, മാതാവ് എനിക്ക് കൊണ്ടു തന്നതാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. ഡെലിവറിയുടെ സമയമായപ്പോഴത്തേനും കൊറോണ കൂടി ഡെലിവറി ഫെബ്രുവരി 26 എനിക്ക് ഡെലിവറി ഡേറ്റ് വന്നു. കൊച്ച് 4 വീക്സ് പുറകിലോട്ടായിരുന്നു. അപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ചിന് വെള്ളം കുടിച്ച് കൊച്ചാകെ അവശതയിലാണ്. കൊച്ചിന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇൻക്യുബേറ്ററിൽ കിടത്തണം. 3 ദിവസമായിട്ട് ഞാൻ കൊച്ചിനെ കാണുന്നില്ല. കൊച്ചിന് എന്ത് പറ്റിയെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അങ്ങനെ കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റിച്ച് എടുത്ത് മാറ്റുള്ളൂ. അപ്പം നമ്മൾക്ക് അവിടെ സഹായിക്കാനൊന്നും ആരുമില്ല. ചുറ്റിലും കൊറോണ ഇതിൻ്റെ പേരിൽ ഹസ്ബൻഡിനെ ഉള്ളിലേക്ക് കയറ്റില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ കൊച്ചിനെ പോയി കാണും. 19 ദിവസം കൊച്ചി ഇൻക്യുബേറ്ററിൽ കിടക്കണം എന്ന് പറഞ്ഞു. 15ാമത്തെ ദിവസം 7 കിലോമീറ്ററോളം എനിക്ക് ആ ഹോസ്പിറ്റലിലോട്ട് നടന്നു പോകണം. കൊച്ച് ഹോസ്പിറ്റലിൽ, ഞാൻ വീട്ടിൽ. നടന്നേ പോകാൻ പറ്റുള്ളൂ. കൊച്ചിനെ കാണാൻ വേണ്ടിയിട്ട് 15ാമത്തെ ദിവസം അവിടെ ഒരു മാതാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. ആ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് നടന്നു വരാനുള്ള, ഞാൻ അവശതയായി, എനിക്ക് നടന്നു വരാൻ പറ്റില്ല. ഒരു കാര്യം ചെയ്യ്, അമ്മ എടുത്തോ, എനിക്കിനി വേണ്ട, എനിക്ക് വളർത്താൻ തന്നാൽ മതി, വളർത്തമ്മയായിട്ട് ഞാൻ കൂട്ടിക്കോളാം, നിന്നെ അവൻ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്നും പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോന്നു. അന്ന് ഞാൻ അവനെ കണ്ടിട്ടില്ല. കൊച്ചിനെ കാണാതെ ഞാൻ ഇറങ്ങിപ്പോന്നു. പിറ്റേ ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവർ എൻ്റെ കുഞ്ഞിന് സ്ട്രോളറിൽ എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് കൊച്ചിനെ വെച്ചേക്കണു. നീ കൊണ്ടുപോയിക്കോ, നിൻ്റെ കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പമില്ല, കൊണ്ടുപോയിക്കോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പം എനിക്ക് മനസ്സിലായി, കൊച്ച് എൻ്റെ അല്ല, കൊച്ച് പരിശുദ്ധ അമ്മയുടെയാണ്. എനിക്കൊരവകാശമില്ല എന്ന്, വളർത്താൻ മാത്രമേ എനിക്ക് അവകാശമുള്ളൂ എന്ന്. അവന് 2 വയസ്സായപ്പോൾ അവൻ എന്നെ അമ്മയെന്ന് വിളിക്കില്ല, മമ്മീന്ന് വിളിക്കില്ല. അവിടെ മമ്മ എന്നാണ് വിളിക്കണേ, മമ്മ എന്ന് വിളിക്കില്ല. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, നിൻ്റെ പേരാണല്ലോ കൊച്ച് വിളിക്കണേ, അമ്മയെന്ന് വിളിച്ച് പഠിപ്പിക്കാൻ. ഒരു ദിവസം ഞാൻ അവനെ, അപ്പം എൻ്റെ റൂമിലൊക്കെ കൃപാസന മാതാവിൻ്റെ ഒക്കെ ഫോട്ടോ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എന്നെ അമ്മ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ വിളിക്കണില്ല. കുറേ നേരം എൻ്റെ മുഖത്ത് നോക്കി, മാതാവിനെ നോക്കിയിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇറ്റാലിയൻ ഭാഷയിലാണ് അവൻ സംസാരിക്കുള്ളൂ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ അമ്മയല്ല, ഇതല്ല, നീയല്ല എൻ്റെ അമ്മ, ആയിരിക്കണതാണ് എൻ്റെ അമ്മ, നീ ലിൻ്റെയാണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, അപ്പം പൂർണ്ണമായി അവൻ്റെ അമ്മ മാതാവാണെന്ന്. അത് കഴിഞ്ഞ് വീണ്ടും ഒരേ പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞ് വീണ്ടും കൊച്ചിൻ്റെ PR, അവൻ അവിടെ ജനിച്ചിട്ടും എനിക്ക് കൊച്ചിൻ്റെ PR കിട്ടണില്ല. ഓപ്പൺ വിസ ഇറങ്ങിയോണ്ട് എനിക്ക് അവിടുത്തെ വിസ കിട്ടി, പക്ഷെ കൊച്ചിൻ്റെ വിസ കിട്ടണില്ല. കൊച്ചവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കൊച്ചിൻ്റെ വിസ കിട്ടേണ്ടതാണ്. കൊച്ചിന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നുമില്ല. പക്ഷെ വിസ കിട്ടിയിരുന്നെങ്കിൽ എനിക്കിവിടെ നാട്ടിൽ വരാമായിരുന്നു, കുഞ്ഞിനെ കാണിക്കാമായിരുന്നു. 3 വയസ്സാകാൻ പോണു, കൊച്ചിനെ കൊണ്ടുവരാനായിട്ട് ഒരു ഇതും കിട്ടുന്നില്ല. എൻ്റെ എല്ലാ ആവശ്യത്തിനും ഞാൻ പറഞ്ഞില്ലേ, ഒരു നേഴ്സ് എന്നെ സഹായിക്കുമെന്ന്. ആ നേഴ്സ് എല്ലാത്തിനും എന്നെ സഹായിക്കാൻ എൻ്റെ അപകട സമയങ്ങളിൽ അവർ വരും. അപ്പോൾ എനിക്കറിയാം അത് നടക്കും എന്നുള്ളത് എനിക്കറിയാം. കാരണം അവരിനഴക്കണത് മാതാവാണ്. അപ്പം എന്നും മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് കൊച്ചിൻ്റെ വിസ ഇത്രയായിട്ടും കിട്ടിയില്ലല്ലോ, അവൻ്റെ ചേച്ചിമാരെല്ലാവരും കാത്തിരിക്കുകയാണ്, അവൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും കാത്തിരിക്കുന്നു, എല്ലാവരും കാത്തിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് നാട്ടിലേക്ക് പോയി, ഞാൻ ഒറ്റയ്ക്കായി 2 വർഷം. ഞാൻ ഈ കൊച്ചിനെ ഒറ്റയ്ക്ക് ആ വീട്ടിൽ സ്ട്രോളറിൽ കെട്ടിയിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് വേറൊരിടത്തും കൊണ്ട് നോക്കാൻ പറ്റില്ല. കെട്ടു, കൊച്ചിനെ കെട്ടിയിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ. എല്ലാ പിള്ളേരും ഓടി നടക്കുമ്പോൾ എൻ്റെ മോൻ മാത്രം സ്ട്രോളറിൽ. ഒരു കുഴപ്പമില്ല, കൈയും കാലിനൊരു കുഴപ്പമില്ല, നല്ല ഓടി നടക്കണ കുഞ്ഞ്. എന്നിട്ടും എന്തിനെങ്ങനെ മാതാവിനോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. വീണ്ടും പരീക്ഷണം എന്ന പോലെ വീണ്ടും മാതാവിനോട് എന്നെ സ്നേഹിക്കണാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ നിന്ന് വീണ്ടും ഞാൻ നവംബർ 20 എല്ലാം വേണ്ടാന്ന് വെച്ച്, PR ഒന്നും വേണ്ടാന്ന് വെച്ച് കൊച്ചിനെയും കൊണ്ട് നവംബർ 20 പോരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തു.
അന്നേരത്തെ എൻ്റെ അടുത്ത് ഒന്ന് പോയി ചോദിക്ക്, 20-ാം തീയതി കോടതി നീ ഒന്ന് പോയി ചോദിക്ക് വിസ ശരിയായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുള്ള ഒരു പ്രേരണ വന്നു. ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കോടതിയിലുള്ളവർ പറഞ്ഞു, നിൻ്റെ കൊച്ചിൻ്റെ വിസ ആയിട്ടില്ല. എന്നെ അവർ ആട്ടിപ്പയച്ചു വിട്ടു. നിൻ്റെ കൊച്ചിന് ഇപ്പം വിസ കിട്ടില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ അവിടെ നിന്ന് കരഞ്ഞിറങ്ങി പോന്നു. അന്ന് ഞാൻ ആ നേഴ്സിനെ വിളിച്ച് പറഞ്ഞു, എനിക്കിങ്ങനെ കൊച്ചിൻ്റെ വിസ കിട്ടിയില്ല, ഞാൻ പോവുകയാണ്, ഇനി ഞാൻ കൊച്ചിൻ്റെ വിസയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കില്ല. അപ്പോൾ അവർക്കത് വിഷമമായി. അവർ പറഞ്ഞു, നീ ഇനി എന്നാണ് പോകാൻ തീരുമാനിച്ചേക്കണേ? ഞാൻ പറഞ്ഞു, ഡിസംബർ 2-ാം തീയതി. എന്നാൽ ഡിസംബർ 2-ാം തീയതി നമുക്കൊന്നുകൂടെ കോടതിയിലേക്ക് പോകാം, നീ വായോ എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. ഞാൻ ഡിസംബർ 2-ാം തീയതി ഞാനും ആ നേഴ്സിനെ ഞാൻ അമ്മ എന്നാണ് വിളിക്കണേ, അമ്മയും കൂടെ കൊച്ചും ഞാൻ പോയി കോടതി ചെന്ന്. അവരോട് ആ അമ്മ ചോദിച്ചുള്ളൂ. ചോദിച്ച വശം തന്നെ അവർ അകത്ത് പോയി എൻ്റെ കൊച്ചിൻ്റെ PR എടുത്തുകൊണ്ട് വന്നു. അപ്പം എനിക്കറിയായിരുന്നു ഈ അമ്മ എൻ്റെ കൂടെ വരുമ്പോൾ മാതാവാണ് കൂടെ വരുന്നത്. കാരണം അവരാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിലെത്തുക. അത് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു നവംബർ 20-ാം തീയതി ഇത് ഓക്കെ ആയി കിടക്കണതാണ്. അപ്പം ഞാൻ പറഞ്ഞു, നവംബർ 20-ാം തീയതി ഞാനിവിടെ വന്നതാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, നീ ചോദിച്ചില്ലല്ലോ എന്ന്. ഞാൻ ചോദിച്ചതാണ്, പക്ഷേ എനിക്ക് തരേണ്ട ആൾ മാതാവ് തന്നെയാണല്ലോ. അപ്പോൾ ഡിസംബർ 2-ാം തീയതി ആയിരുന്നു, ഡിസംബർ 7-ന് മുന്നേ എനിക്ക് കിട്ടണമെന്നായിരുന്നു. അപ്പോൾ ഡിസംബർ 2-ാം തീയതി എനിക്ക് കൊച്ചിൻ്റെ വിസ കിട്ടി. ഉടനെ തന്നെ എനിക്ക് കൊച്ചിൻ്റെ ഐഡൻറ്റിറ്റി കാർഡും എല്ലാവരും 5 ദിവസം കൊണ്ട് എല്ലാവരെക്കാട്ടും സ്പീഡിൽ കൊച്ചിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടി. ഞാൻ ജനുവരി 25-ന് നേരിട്ട് ഇവിടെ വന്നു, മാതാവിനെ കണ്ടു, മാതാവിനെ കാണിച്ചു കൊടുത്തു. ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിർത്തി, മാതാവിന് ഏൽപ്പിച്ചു. ഒരു കുഴപ്പമില്ലാതെ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ അവിടെ വെച്ച് ഇറ്റലിയിൽ വെച്ച് അവൻ 3 അടി പൊക്കത്തിൽ താഴോട്ടൊന്ന് വീണു. താഴോട്ട് വീണ വശം കൊച്ചിൻ്റെ ബോധം പോയി. ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. കണ്ണൊക്കെ മേലോട്ടായി. എനിക്കാകെ പേടിയായി, എന്ത് ചെയ്യണമെന്നറിയില്ല. ഉടനെ തന്നെ അവൻ ആ ബോധം കിടലിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ ഉപ്പ് തരാനായിട്ട്. ഞാൻ ഉടനെ ഉപ്പെടുത്ത് വായിൽ വെച്ച് കൊടുത്തു, തൈലമൊക്കെ പുരട്ടി. കൊച്ച് അപ്പം തന്നെ ഛർദ്ദിച്ചു. അപ്പോൾ ഛർദ്ദിച്ചപ്പോൾ എനിക്ക് പേടി. എന്നാലും ഞാൻ ആരോടും പറഞ്ഞില്ല, മാതാവിനോട് പറഞ്ഞു, എനിക്കൊരിടത്തും പോകാൻ വഴിയില്ല, നീ തന്നെ കാത്തുകൊള്ളണം കേട്ടോന്ന്. എന്നിട്ട് രാത്രി ഞാൻ ഇത്തിരി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഛർദ്ദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി തലയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടാവും, അതായിരിക്കും ഛർദ്ദിക്കണേന്ന്. എന്നാലും ആരോടും പറയാതെ മാതാവിനോട് ചെന്ന് പറഞ്ഞു, മാതാവേ, എനിക്ക് നാളത്തെ സാക്ഷ്യം ഞാൻ കേൾക്കുമ്പോൾ ആരെങ്കിലും സാക്ഷ്യത്തിൽ എൻ്റെ ഈ കുഞ്ഞ് വീണ കാര്യം എന്നെ ഒന്ന് കാണിച്ചു തരണം കേട്ടോ, ഒരു കുഴപ്പമില്ലാതെ. പിറ്റേ ദിവസം ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സാക്ഷ്യം വന്ന് കിടക്കണു, ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യം. ടീച്ചർ 6 അടി പൊക്കത്തിൽ നിന്ന് താഴെ വീണിട്ട് ടീച്ചറിൻ്റെ ഒന്നും അനങ്ങാൻ പറ്റാണ്ട് ടീച്ചർ ഛർദ്ദിച്ചു 2 പ്രാവശ്യം. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, ടീച്ചറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ടീച്ചർ മാതാവിൻ്റെ എണ്ണയൊക്കെ തേച്ചു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഡോക്ടർ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ടീച്ചറിനെ വീട്ടിൽ വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി കൊച്ചിനൊരു കുഴപ്പമില്ലാന്ന്. കൊച്ചിനും ഒരു കുഴപ്പമില്ല, കൊച്ച് ഓടിക്കളിച്ച്. ഞാൻ ഡോക്ടറിനെ ഒന്നും കാണിച്ചില്ല, പക്ഷെ അവനൊരു പ്രശ്നമില്ല, നല്ല ഓടിക്കളിച്ച് കിടക്കണം. പിന്നെ എൻ്റെ മോൾക്ക് 2 വർഷമായിട്ട് പീരീഡ്സ് നോർമലല്ലായിരുന്നു. അവളിനോട് ഇതേപോലെ തന്നെ ഞാൻ എൻ്റെ അടിവയറ്റിൽ അവിടെ ആയിരിക്കുമ്പോൾ തൈലം തൊട്ട് പ്രാർത്ഥിച്ച്, അന്ന് അച്ഛൻ്റെ ഓൺലൈൻ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അച്ഛൻ രോഗസൗഖ്യ ധ്യാനത്തിൽ പറഞ്ഞു, പീരീഡ്സ് ആവാതെ 2 വർഷം അങ്ങനെ പീരീഡ്സ് ആവാത്തവർക്ക് അതിൻ്റെ സൗഖ്യം കൊടുക്കുന്നുണ്ട്, ഈശോ തൊട്ട് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രി എൻ്റെ മോൾക്ക് പീരീഡ്സ് ആയി, ഇപ്പം നോർമലാണ്. പിന്നെ ഒരു ചേച്ചിയുടെ ഭയങ്കര ബ്ലീഡിങ് ആയിരുന്നു. ആ ചേച്ചിക്ക് ഇതേപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പ് കൊണ്ടു കൊടുത്തു. ഉപ്പ് കഴിച്ച് ആ ചേച്ചിക്ക് ബ്ലീഡിങ് വളരെ സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ കയ്യിൽ ഒരു മുഴ പോലെ വന്നു. എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അന്ന് ഒട്ടും വേദന സഹിച്ചിട്ട് എനിക്ക് പറ്റാണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, നാളെ ഇതെനിക്ക് എൻ്റെ കയ്യിൽ കാണരുത് കേട്ടോ, എനിക്ക് ജോലി ചെയ്യാനുള്ളതാണ്. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ തൈലം പുരട്ടിയാണ് അത് സുഖപ്പെട്ടത്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതെൻ്റെ കയ്യിലില്ല, മുഴ എൻ്റെ കയ്യിലില്ല. പിന്നെ 18 വർഷമായി എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഭവനം ഇല്ലാണ്ടിരിക്കണേ, സ്ഥലവും ഇല്ല, ഭവനവും ഇല്ല. അപ്പം ഇന്നും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു പോയതാണ് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും ഒരു ഭവനം വേണം എന്നുള്ളത്. ഇന്ന് എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും പഞ്ചായത്തിൽ നിന്ന് 3 സെൻറ്റിൻ്റെ ആധാരം എഴുതി കൈ കിട്ടി.
അതും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുവാണ്. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയോടും ദൈവപിതാവിനോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനമാണിത്. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ മരുഭൂമിയിലും അസ്ഥികളെ ബലപ്പെടുത്തുന്ന ഒരു തമ്പുരാൻ്റെ കരുതലുള്ള സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. മേരി ലിൻഡ എന്ന മകൾ, ആ മകള് ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്ത് ഈ സാക്ഷ്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ പറഞ്ഞത്. ഇന്നാണ് ഈ മകൾ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത്. അപ്പോൾ ഓൺലൈൻ ഉടമ്പടി, അതുപോലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്, ഇത് കൃപാസനം അംഗീകരിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഈ മകള് ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ തൻ്റെ 3 നിയോഗങ്ങൾ വയ്ക്കുന്നു. അത് 3ഉം ഈ മകൾക്ക് സാധിച്ചു കിട്ടിയതായിട്ടാണ് ഈ മകൾ ഇവിടെ അനുഭവ സാക്ഷ്യം പറഞ്ഞത്. അതായത് ഇറ്റലിക്ക് പോകണം, 3 വർഷത്തോളമായി ഇറ്റലിക്ക് പോയി അവിടെ ജോലി ചെയ്യണം, ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് പോകണമെന്നുള്ള ആഗ്രഹം. അതുപോലെ ഒരു വീടില്ലാതെ 18 വർഷമായി തൻ്റെ പേരൻസ് സ്വന്തമായിട്ടൊരു വീടില്ലാതെ അവർ വിഷമിക്കുന്നു. അപ്പോൾ അവർക്ക് വീട് വേണം, പിന്നെ ഒരു ആൺകുഞ്ഞിനെ വേണം. ഇതായിരുന്നു ഈ മകളുടെ നിയോഗങ്ങൾ. അങ്ങനെ ഈ മകളുടെ നിയോഗങ്ങളിൽ ഈ മകൾ വെച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ ഭർത്താവിൻ്റെ മദ്യപാനം മാറണം എന്നുള്ള നിയോഗവും. അപ്പോഴിങ്ങനെ ഈ നിയോഗം വെച്ച് പോയി കഴിയുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് കൃപകൾ വർഷിക്കപ്പെടുകയാണ്. ഈ മകള് ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നെ 3 വർഷമായിട്ട് കിഡ്നി സ്റ്റോണിൻ്റെ പ്രോബ്ലംസ് കൊണ്ട് ഈ മകളുടെ അമ്മ ഒത്തിരിയേറെ വിഷമിക്കുകയാണ്, അസ്വസ്ഥതകളുണ്ട്, ട്രീറ്റ്മെൻറ്റിലാണ്. ഡോക്ടേഴ്സ് പറഞ്ഞു ഓപ്പറേഷൻ തന്നെ ഇതിന് പരിഹാരമുള്ളൂ എന്ന്. എന്നാൽ ഇവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ്. അവിടെ ഇവർക്ക് 3 വർഷമായിട്ട് ഡേറ്റ് കിട്ടുന്നില്ല, ഓപ്പറേഷൻ ഡേറ്റ്. എന്നാൽ ഇവിടെ നിന്ന് എന്നാൽ ഓൺലൈൻ ഉടമ്പടി എടുത്ത ഉടനെ തന്നെ ഡേറ്റ് കിട്ടുകയാണ്. അങ്ങനെ ആ ഓപ്പറേഷൻ സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നു, യാതൊരു കോംപ്ലിക്കേഷനും വന്നില്ല. പിന്നീട് ഭർത്താവിൻ്റെ മദ്യപാനം, എത്ര വർഷമായതാണ് മദ്യപാനം? 13 വർഷമായ മദ്യപാനം. അപ്പോഴത് ഈ മകൾ മദ്യപാനം മാറ്റണമേ എന്ന ഒരു നിയോഗവും ഈ മകൾക്കുണ്ടായിരുന്നു. അവിടെ പിന്നീട് കാണുക ഭർത്താവിന് സ്ട്രോക്ക് വരുന്നതാണ്. ആരോഗ്യത്തോടെ നടന്നിരുന്ന മനുഷ്യൻ ഒരു ദിവസം പെട്ടെന്ന് സ്ട്രോക്ക് ആകുന്നു, മുഖമെല്ലാം ഒരു വശത്തേക്ക് പോകുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സ് പറയുന്നത് മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നാണ്. അങ്ങനെ അന്ന് മുതൽ ആ മകന് പിന്നെ മദ്യം ഇന്നുവരെ തൊട്ടിട്ടില്ല എന്നാണ് ഈ മകൾ പറയുക. അത് ഉടമ്പടിയുടെ ഒരു നിയോഗം വെച്ചു. അമ്മ വാതിൽ തുറക്കുന്നത് വേറെ രീതിയിലാണ്. അമ്മ കൃപകൾ ഓരോരോ രീതികളിലാണ് നമ്മിലേക്ക് വർഷിക്കുക. പിന്നീടാണ് ഒരാൺകുഞ്ഞിനെ വേണം. അപ്പോൾ ഇവർ വിസയെല്ലാം പിന്നീട് ഇവർക്ക് 3 വർഷമായിട്ട് ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന വിസ പ്രോസസ്സിംഗ് ഒക്കെ പിന്നീട് ഇവർക്ക് സാധ്യമാവുന്നു. അങ്ങനെ ഇവർ ഇറ്റലിയിലെത്തുകയാണ്. ഇറ്റലിയിലെത്തിയതിന് ശേഷം ഈ മകൾ പ്രഗ്നൻ്റ് ആകുന്നു. പ്രഗ്നൻ്റ് ആയതിനു ശേഷം പിന്നീട് അവിടെ നടക്കുന്നത് വല്ലാത്ത ഒരു സംഘടനത്തിലൂടെയാണ് കടന്നു പോവുക. അതായത് കോവിഡിൻ്റെ സമയമായി ജോലിയെല്ലാം നഷ്ടപ്പെട്ടു, ഹസ്ബൻഡിന് ജോലിയില്ല, ഈ മകളുടെ ജോലിയിലാണ് പിടിച്ചു നിൽക്കുന്നത്. ഇവിടെയും മാതാപിതാക്കൾ വാടകയ്ക്കാണ് താമസിക്കുക, അവരുടെ വാടക കൊടുക്കണം. ഇങ്ങനെ പല രീതിയിൽ മാനസിക സംഘർഷത്തിൽ തന്നെയാണ്. ജോലിയില്ലാതെ എങ്ങനെ പിടിച്ചു നിൽക്കും? ഈ അവസരത്തിൽ ഈ മകളെ വീട്ടുകാർ തന്നെ ഉപദേശിക്കുകയാണ്, ഇനിയിപ്പോൾ ഈ പ്രഗ്നൻസി നമുക്ക് വേണ്ട, ഈ കുഞ്ഞിനെ ഉപേക്ഷിക്കാം, ഇത് അബോർഷൻ ചെയ്യണം. അതായത് ഈ മകൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നില്ല, ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പ്രഗ്നൻസിയിലുള്ള കോംപ്ലിക്കേഷൻസൊക്കെ ഉള്ളതുകൊണ്ട്, അസ്വസ്ഥതകളൊക്കെ ഉള്ളതുകൊണ്ട്. അങ്ങനെ ഈ മകള് മാതാവിനോട് ചോദിച്ചു വാങ്ങിയ കുഞ്ഞ്, ആ കുഞ്ഞിനെ ഈ മകൾക്ക് 2 കുട്ടികൾ വേറെയുണ്ട്. ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞും
ഇതും എൻ്റെ കുഞ്ഞ് തന്നെയാണ്, അവരെപ്പോലെ തന്നെ എനിക്ക് പ്രധാനപ്പെട്ടതാണ് ഈ കുഞ്ഞും, അതുകൊണ്ട് ഇതിനെ ഞാൻ കളയില്ല എന്ന് ഈ മകൾ പറയുന്നുണ്ട്. എങ്കിലും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം കുഞ്ഞിനെ അബോർട്ട് ചെയ്യാനുള്ള ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു. ഡേറ്റ് ഫിക്സ് ചെയ്ത് 2 ദിവസത്തിന് മുമ്പ്, അതായത് അബോർഷൻ്റെ 2 ദിവസം മുമ്പ് ഈ മകൾക്ക് ഒരു കോള് വരികയാണ്. അതിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഞാൻ പാലായിൽ നിന്നാണ് വിളിക്കുക, ഞാൻ നിൻ്റെ അവസ്ഥകളൊക്കെ എനിക്ക് മനസ്സിലായി, നിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു, നിൻ്റെ വാടകയും അതുപോലെ നീ ഡെലിവറി കഴിഞ്ഞ് 3 മാസത്തെ റെസ്റ്റിന് ശേഷം നീ ജോലിക്ക് പോകുമ്പോൾ മുതൽ എനിക്ക് ഞാൻ നിനക്ക് നൽകുന്ന ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള സഹായം അത് നീ എനിക്ക് പിന്നീട് തന്നാൽ മതിയെന്ന്. അതാരാണെന്ന് ഈ മകൾക്കറിയില്ല. അങ്ങനെ ഈ മകൾക്ക് അവിടെ പരിശുദ്ധ അമ്മ തുണയാവുകയാണ്. അമ്മയോട് ചോദിച്ചു വാങ്ങിയ കുഞ്ഞാണ്. ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ ഒരിക്കലും അമ്മ അനുവദിക്കില്ല. അങ്ങനെ ഈ മകളുടെ ജീവിതം ഭദ്രമാകുന്നു, എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് പോകുന്നു, ഡെലിവറി നടക്കുന്നു. ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനുണ്ടായ കുറച്ച് അസ്വസ്ഥതകൾ, അപ്പോൾ അതുമൂലം കുഞ്ഞ് ഇൻക്യുബേറ്ററിലായിരുന്നു. വീണ്ടും ആ കുഞ്ഞിനെ ഈ മകൾക്ക് ആരുമില്ല കൂട്ടിന്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒത്തിരിയേറെ വിഷമിക്കുകയാണ്. കൂടെ നിൽക്കാൻ ആരുമില്ല. കൊറോണ പീക്ക് ടൈമാണ്. ആരെയും ഹോസ്പിറ്റലിൽ നിർത്തില്ല. അല്ലെങ്കിൽ തന്നെ ഈ മകളുടെ കൂടെ നിൽക്കാൻ അവിടെ വീട്ടുകാരുമില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ മകള് ഇൻക്യുബേറ്ററിലായിരുന്ന കുഞ്ഞിനെ 3 പ്രാവശ്യം പോയി കാണുന്നു. 4ാമത്തെ പ്രാവശ്യം ഈ മകൾ പറയുകയാണ്: കുഞ്ഞൊരിടത്ത് ഞാനൊരിടത്ത്, എനിക്ക് ഈ കുഞ്ഞിനെ കാണണമെങ്കിൽ എനിക്ക് എൻ്റെ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഈ ഒരു അവസ്ഥയിലാണ് ഞാൻ പോകേണ്ടത്, ഈ സ്റ്റിച്ചുമൊക്കെ ആയിട്ട്. എനിക്കറിയില്ലമ്മേ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, നീ തന്ന കുഞ്ഞാണ്, നീ തന്നെ നോക്കിക്കൊള്ളൂ, ഞാൻ വളർത്തമ്മയായിക്കൊള്ളാം എന്നാണ് ഈ മകൾ പറയുക. അങ്ങനെ ആ കുഞ്ഞിൻ്റെ ആ അവസ്ഥയിൽ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോരുന്നു. പിറ്റേ ദിവസം ഈ മകൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കാണുക കുഞ്ഞിൻ്റെ എല്ലാ അസ്വസ്ഥതകളും അസുഖങ്ങളും മാറി കുഞ്ഞിനെ ഈ മകൾക്ക് ഹോസ്പിറ്റൽ അധികാരികൾ കൊടുക്കുകയാണ്. നീ കൊണ്ടുപോയിക്കൊള്ളൂ എന്നാണ് പറയുക. ഇവിടെയൊക്കെ എന്താണ് പ്രവർത്തിക്കുക, ആരാണ് പ്രവർത്തിക്കുക, എന്താണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക? ഇവിടെയാണ് മരുഭൂമിയിലും നമ്മെ നനച്ചു വളർത്തുന്ന, തിരുവചനം കേട്ടതുപോലെയുള്ള നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന തമ്പുരാൻ്റെ ശക്തമായ കരങ്ങൾ, പരിശുദ്ധ അമ്മയുടെ കരുതലുള്ള കരങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അങ്ങനെ ഈ മകൾക്ക് കുഞ്ഞിനെ കിട്ടുന്നു. കുഞ്ഞ് ഈ അമ്മയെ അമ്മയെന്ന് 2 വയസ്സ് വരെ വിളിച്ചില്ല. അപ്പോൾ ഈ മകൾ ചോദിക്കുകയാണ്: നീ എന്നെ അമ്മയെന്ന് വിളിക്ക്. അപ്പോഴാ കുഞ്ഞ് പരിശുദ്ധ അമ്മയുടെ രൂപം കാണിച്ചിട്ട് പറയുകയാണ്: നീ അല്ല എൻ്റെ അമ്മ, എൻ്റെ അമ്മ ആ നിൽക്കുന്ന അമ്മയാണെന്ന്. അങ്ങനെ ഈ മകളെ പേരാണ് വിളിക്കുന്നതെന്നാണ് പറയുക ഇപ്പോഴും ആ കുഞ്ഞ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ പിന്നീട് PR കിട്ടണം, ഇവർക്കിവിടെ വരണമെങ്കിൽ 3 വയസ്സായി, കുഞ്ഞിനെ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇങ്ങനെയുള്ള അവസരത്തിൽ PR കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ, അവിടെ ഒരു ഇറ്റാലിയൻ നേഴ്സ്, അതും ആ സ്ത്രീയും പറയുന്നത് ഈ മകളോട് പറയുന്നത് നീ എന്നെ അമ്മയെന്ന് വിളിക്കാനാണ്. അങ്ങനെ ഇവരുടെ എല്ലാ അപകട സാഹചര്യങ്ങളിലും ആ ലേഡി ഇവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുക. അത് പരിശുദ്ധ അമ്മയല്ലാതെ മറ്റാരുമല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ PR കിട്ടാതിരുന്ന PR ആ ലേഡി ചെന്ന് ചോദിക്കുമ്പോൾ അവരെടുത്തു കൊടുക്കുകയാണ്. ഉദ്യോഗസ്ഥരെ എടുത്തു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ എനിക്കിത് തരാതിരുന്നതെന്ന് ഈ മകൾ ചോദിക്കുമ്പോൾ, നീ വന്ന് ചോദിച്ചില്ലല്ലോ, നവംബർ മാസം തന്നെ നിൻ്റെ മോൻ്റെ PR വന്ന് കിടക്കുന്നതാണെന്ന്. നവംബർ മാസം അതേ ഡേറ്റിലാണ് ഈ മകൾ ചെന്ന് ചോദിക്കുക. പക്ഷേ അവർ ആ PR കൊടുത്തില്ല. എന്നാൽ അന്ന് തന്നെ വന്ന PR പിന്നീട് ആ ലേഡി ചെന്ന് ചോദിക്കുമ്പോൾ നിഷ്പ്രയാസം മകൻ്റെ PR കിട്ടുന്നു. അങ്ങനെ ഇവരിവിടെ സസുഖം എത്തുന്നു. പരിശുദ്ധ അമ്മയെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുന്നു. ആ കുഞ്ഞ് 3 അടി പൊക്കമുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്ന് വീഴുകയും ബോധം പോവുകയും, എന്നാൽ കുഞ്ഞ് തന്നെ ആദ്യമേ ചോദിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ഉപ്പാണ്. ഇങ്ങനെ ഓരോരോ രീതികളിലാണ് ആ കുഞ്ഞും തന്നെത്താൻ വെളിപ്പെടുത്തുകയാണ് താൻ പരിശുദ്ധ അമ്മയുടെ മോനാണെന്ന്. അങ്ങനെ ഇന്ന് ഈ മകള് ഇവിടെ സന്തോഷത്തോടെ നിൽക്കുകയാണ്. കുഞ്ഞിനെയും കൊണ്ട് വന്ന അന്ന് തന്നെ ഈ മകൾ ഇവിടെ വന്നു, അമ്മയെ കാണിച്ചു, അമ്മയ്ക്ക് കുഞ്ഞിനെ നൽകി. അങ്ങനെ എപ്പോഴോ നൽകിയ കുഞ്ഞാണ്, എന്നാൽ അമ്മയെ കൊണ്ടുവന്ന് കാണിക്കുന്നു. ഇന്ന് ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് തൻ്റെ ജീവിതത്തിൽ താൻ വെച്ച നിയോഗങ്ങളെല്ലാം,
അതായത് തൻ്റെ വീട്ടുകാർക്ക് ഒരു സ്ഥലമില്ലായിരുന്നു. 18 വർഷമായി വാടകയ്ക്ക് താമസിക്കുന്നു. എന്നാൽ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് 3 സെൻറ്റ് സ്ഥലം കൂടെ കിട്ടുകയാണ്. അതിൻ്റെ ആധാരം കൂടെ നടന്നിട്ടാണ് ഈ മകൾ ഇവിടെ വരിക. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, അത്യുന്നതനായ ദൈവത്തെ ആരാധിക്കാം, കരങ്ങൾ അടിക്കാം, പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ